ഇറാനുമായി ബന്ധപ്പെട്ട ആണവ കരാറിൽ ചർച്ചകൾ മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ വീണ്ടും ഇറാൻ ഒരു മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരിക്കുകയാണ്. ആണവായുധങ്ങൾക്കായുള്ള നീക്കം അവസാനിപ്പിക്കണം, ഇല്ലെങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ സൈനിക നടപടികളിൽ നിന്ന് അമേരിക്ക പിന്മാറില്ലെന്ന് ട്രംപ് വ്യക്തമാക്കി. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ സൈനിക ആക്രമണം ഉണ്ടാകുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് തീർച്ചയായും അങ്ങനെ സംഭവിക്കുമെന്നായിരുന്നു ട്രംപിന്റെ മറുപടി. ട്രംപിന്റെ ഈ ആവർത്തിച്ചുള്ള ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ രണ്ടാം ഘട്ട ചർച്ചയുടെ മുന്നോടിയായി റഷ്യയിലേക്ക് പോകുവാൻ ഒരുങ്ങുകയാണ് ഇറാൻ വിദേശകാര്യ മന്ത്രി എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരികയുണ്ടായി. അമേരിക്കയ്ക്ക് കീഴടങ്ങിക്കൊണ്ടുള്ള ഒരു കരാറിലും ഇറാൻ ഒപ്പിടേണ്ടതില്ലെന്നതാണ് റഷ്യ കൈക്കൊണ്ടിട്ടുള്ള പ്രഖ്യാപിത നയം എന്നത്. ഈ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇറാൻ വിദേശകാര്യ മന്ത്രിയുടെ റഷ്യ സന്ദർശനത്തെ ഗൗരവമായാണ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ വീക്ഷിക്കുന്നത്. യുക്രൈൻ റഷ്യ സംഘർഷം പരിഹരിക്കാൻ റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി ഫോൺ സംഭാഷണത്തിന് മുൻകൂട്ടി സമയം തയ്യാറാക്കിയിട്ടും അമേരിക്കൻ പ്രസിഡന്റിനെ 1 മണിക്കൂറോളം കാത്തു നിർത്തിയ ശേഷമായിരുന്നു പുടിൻ ഫോൺ സംഭാഷണത്തിന് വന്നിരുന്നത്. ആ ചർച്ചയിൽ റഷ്യയുടെ താൽപര്യം വിട്ടൊരു വിട്ടുവീഴ്ചയ്ക്ക് പുടിൻ തയ്യാറല്ലെന്ന കാര്യവും വ്യക്തമാക്കിയിരുന്നു. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ എത്തിയ ഇസ്രായേലിന് ഇറാൻ വ്യോമ മേഖലയിൽ കയറാൻ കഴിയാത്ത തരത്തിലുള്ള പ്രതിരോധമാണ് ഈ റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനം പ്രധാനമായിട്ടും തീർക്കുന്നത്. S-300 പുറമെ S-400 നിരവധി യൂണിറ്റുകളും ഇറാൻ റഷ്യ നൽകിയിട്ടുണ്ട് എന്ന സംശയവും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉണ്ട്. ഇവ കൂടാതെ ലോകത്തിലെ മറ്റൊരു രാജ്യത്തിന്റെ കൈവശമില്ലാത്ത ചില ആധുനിക ആയുധങ്ങളും ഇറാന്റെ ആവനാഴിയിൽ ഉൾപ്പെടുന്നുണ്ട്. ഭൂഗർഭ അറകളിലെ ഇറാന്റെ മിസൈൽ കൂമ്പാരങ്ങളും യഥാർത്ഥത്തിൽ ലോകത്തെ ഞെട്ടിച്ച കാഴ്ചകളായിരുന്നു. ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് ഇറാനെ ആക്രമിച്ചാൽ നേരിടേണ്ടി വരുന്നത് വൻ ദുരന്തമായിരിക്കുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ഉത്തര കൊറിയയുമായി സൈനിക കരാറിൽ റഷ്യ ഒപ്പുവെച്ചിട്ടുണ്ട്. അതുപോലെ ഇറാനുമായി ഒരു കരാറിൽ ഒപ്പുവെച്ചു. അതിനാൽ ഇറാനെ ആക്രമിച്ചാൽ മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമെന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിൻ തന്നെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇറാന്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാൻ അമേരിക്ക ആരാണെന്ന ചോദ്യമാണ് റഷ്യ പ്രധാനമായിട്ടും ഉയർത്തുന്നത്. അമേരിക്ക കുറെ ശ്രമങ്ങൾ നടത്തിയിട്ടും ഇതുവരെ ഹൂതികളെ നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അമേരിക്കൻ പടക്കപ്പലുകൾ ഉൾപ്പെടെ ഹൂതികളുടെ ആക്രമണത്തിൽ നിന്നും കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നാണക്കേടോർത്താണ് അമേരിക്ക ഔദ്യോഗികമായി അത് സമ്മതിക്കാതിരിക്കുന്നത്. വലിയ നാശനഷ്ടം കടലിലും അമേരിക്കയ്ക്ക് സംഭവിച്ചു കഴിഞ്ഞു. യമനിലെ ഹൂതികളെയും ലെബനിലെ ഹിസ്ബുള്ളയും ഗാസയിലെ ഹമാസിനെയും ആയുധങ്ങൾ നൽകിയും സാമ്പത്തികമായി സഹായിക്കുന്നത് ഇറാൻ എന്ന രാജ്യമാണ്. ഇത് തന്നെയാണ് അമേരിക്കയുടെ പ്രകോപനത്തിന് പിന്നിൽ നിലനിൽക്കുന്ന പ്രധാന കാരണവും. ആണവശക്തിയാകുന്നതിന്റെ അരികിലാണ് ഇറാൻ ഇപ്പോൾ നിലനിൽക്കുന്നത്. ആണവായുധങ്ങൾ കരസ്ഥമാക്കിയാൽ അത് ഇസ്രയേലിന് മാത്രമല്ല, നേരെ മറിച്ച് അമേരിക്കയ്ക്ക് വലിയ ഭീഷണിയാകുമെന്ന ഭയമാണ് അമേരിക്കയ്ക്കുള്ളതും. അതിനാൽ തന്നെ എത്രയും പെട്ടെന്ന് ആക്രമിച്ച് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്ത് കളയാമെന്ന നിലപാടിലേക്ക് അമേരിക്ക ഇപ്പോൾ മാറുകയാണ്. ആണവ കരാറുമായി ഇറാൻ സഹകരിച്ചില്ലെങ്കിൽ ബോംബിടുമെന്ന് ട്രംപ് ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തുന്നതും ഈ അപകടം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ്. ഇതിന് മറുപടിയായി ആത്മാഭിമാനം പണയം വെച്ചുള്ള ഒരു കരാറിനും തങ്ങൾ ഇല്ലെന്ന് പരസ്യമായി പ്രതികരിച്ച് ഇറാനും രംഗത്ത് വന്നു കഴിഞ്ഞു.